ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യസ് ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ മറ്റൊരു മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി, സമാസം. വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗത്തിൻ്റെ പേരാണ് സമാസം. ഘടകപദങ്ങളുടെ പ്രാധാന്യം പ്രമാണിച്ച് സമാസത്തെ 4ആയി വിഭജിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? തത്പുരുഷൻ, ബഹുവ്രീഹി, ദ്വന്ദ്വൻ, അവ്യയീഭാവൻ എന്നിവയാണ്. അപ്പോൾ വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗത്തിൻ്റെ പേരാണ് സമാസം. രണ്ടാമത്തെ ചോദ്യം, കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വിശിഷ്ടക്രിയ. കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയയാണ് വിശിഷ്ടക്രിയ. കർത്താവ്, കർമ്മം, ക്രിയ എന്നതാണ് മലയാള വാക്യത്തിലെ പദക്രമം. ക്രിയയ്ക്ക് മുൻപിൽ വരുന്ന കർമ്മത്തെ ആ ക്രിയയുടെ വിശേഷണമായി കണക്കാക്കണം. അപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, കുട്ടി ചിത്രം വരച്ചു എന്ന് പറയുമ്പോൾ ചിത്രം എന്ന പദം എന്ന് പറഞ്ഞാൽ കർമ്മവുമാണ് വിശിഷ്ട ക്രിയയുമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം, കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയയാണ് വിശിഷ്ടക്രിയ. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൃത്തിന് ഉദാഹരണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കൃത്തിന് ഉദാഹരണം. ഓപ്ഷൻ സി, സന്ദർശനം. ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമങ്ങളാണ് കൃത്തുകൾ. അതായത് ഓടുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്നതാണ് ഓട്ടം. ചാടുക അതിൽ നിന്നുണ്ടാകുന്നതാണ് ചാട്ടം. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? കൃത്തിന് ഉദാഹരണം. അപ്പോൾ ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമങ്ങളാണ് കൃത്തുകൾ. അപ്പോൾ ഉദാഹരണമാണ് ഓടുകയിൽ നിന്ന് ഓട്ടം, ചാടുകയിൽ നിന്ന് ചാട്ടം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ സന്ദർശനം ആണ് ആൻസർ. അടുത്ത ചോദ്യം, സമീപം എന്നർത്ഥം വരുന്ന വാക്ക്. സമീപം എന്നർത്ഥം വരുന്ന വാക്കാണ് നികടം. സമീപം, നികടം. എന്താണ് മനീഷ? ബുദ്ധി. മനീഷ, ബുദ്ധി. ധൗതം, ശുഭ്രവസ്ത്രം. ധൗതം, ശുഭ്രവസ്ത്രം. അപ്പോൾ സമീപം എന്നർത്ഥം വരുന്ന വാക്കാണ് നികടം. ഇനി അഞ്ചാമത്തെ ചോദ്യം, പൂരണി തദ്ധിതത്തിൻ്റെ പ്രത്യയം ഏതാണ്? പൂരണി തദ്ധിതത്തിൻ്റെ പ്രത്യയം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആം. അതായത് സംഖ്യയോടൊപ്പം ആം എന്ന പ്രത്യയം ചേർത്താൽ പൂരണി തദ്ധിതം കിട്ടും. അതായത് ഇപ്പോൾ 1 പ്ലസ് ആം എന്നെഴുതിയാൽ ഒന്നാം എന്ന് കിട്ടും. അതാണ് പൂരണി തദ്ധിതമായി വരുന്നത്. ഓക്കെ, അപ്പോൾ പൂരണി തദ്ധിതത്തിൻ്റെ പ്രത്യയം ഏതാണ്? ആം. ആറാമത്തെ ചോദ്യം, പുളിങ്കുരു പിരിച്ചെഴുതുമ്പോൾ. പുളിങ്കുരു എങ്ങനെ പിരിച്ചെഴുതാം? പുളി പ്ലസ് കുരു. മധുലിന്നാദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? മധുലിന്നാദം. മധുലിഡ് പ്ലസ് നാദം. മധുലിഡ് പ്ലസ് നാദം ആണ് മധുലിന്നാദം. ഇനി തൃപ്പാദം എങ്ങനെ പിരിച്ചെഴുതാം? തൃപ്പാദം. തിരു പ്ലസ് പാദം. തൃപ്പാദത്തിനെ പിരിച്ചെഴുതുന്നത് തിരു പ്ലസ് പാദം. അപ്പോൾ പുളിങ്കുരു എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പുളി പ്ലസ് കുരു. ഇനി ഏഴാമത്തെ ചോദ്യം, ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രത്തിൻ്റെ പേര്. ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രത്തിൻ്റെ പേര്. ഓപ്ഷൻ എ ആണ്, കേരള സാഹിത്യ ചരിത്രം. കേരള സാഹിത്യ ചരിത്രം. 7 വാല്യങ്ങളുള്ള ഗ്രന്ഥമാണിത്. തിരുവിതാംകൂറിലെ ചരിത്ര സംഭവങ്ങളെ പ്രമേയമാക്കി ഉള്ളൂർ രചിച്ച മഹാകാവ്യമാണ് ഉമാകേരളം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രത്തിൻ്റെ പേരാണ് കേരള സാഹിത്യ ചരിത്രം. 7 വാല്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് കേരള സാഹിത്യ ചരിത്രം. ഇനി മറ്റൊരു ചോദ്യമാണ്, തിരുവിതാംകൂറിലെ ചരിത്ര സംഭവങ്ങളെ പ്രമേയമാക്കി ഉള്ളൂർ രചിച്ച മഹാകാവ്യമാണ് ഉമാകേരളം. ഇനി എട്ടാമത്തെ ചോദ്യം, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഈ നോവൽ രചിച്ചതാര്? ആരാണ്? ടി ഡി രാമകൃഷ്ണൻ. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ആരാണ് രചിച്ചത്? ടി ഡി രാമകൃഷ്ണൻ. 2017 വയലാർ അവാർഡ് നേടിയ നോവലാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ഈ കൃതിക്ക് 2016 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ഇട്ടിക്കോര, മാമ ആഫ്രിക്ക, പച്ച, മഞ്ഞ, ചുവപ്പ് എന്നീ നോവലുകളും ടി ഡി രാമകൃഷ്ണൻ്റേതാണ്. അപ്പോൾ ടി ഡി രാമകൃഷ്ണൻ്റെ മറ്റ് നോവലുകളാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര, മാമ ആഫ്രിക്ക, പച്ച, മഞ്ഞ, ചുവപ്പ്. ഇതൊക്കെ ആരുടെയാണ്? ടി ഡി രാമകൃഷ്ണൻ്റേതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ആരുടെയാണ്? ഉത്തരം ടി ഡി രാമകൃഷ്ണൻ. 2017 വയലാർ അവാർഡ് നേടിയ നോവലാണ്. പിന്നെ 2016 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും
ലഭിച്ചിട്ടുണ്ട്. ഇനി 9ാമത്തെ ചോദ്യം, അസന്നിഗ്ധം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നതെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, അസന്ദിഗ്ധം. അസന്ദിഗ്ധം, ഓപ്ഷൻ എ. ഇനി 10ാമത്തെ ചോദ്യം, ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. ഇലയിട്ട് ചവിട്ടുക എന്താണ്? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ്. ഇലയിട്ട് ചവിട്ടുക എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇനി നിരക്ഷര കുക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? നിരക്ഷര കുക്ഷി, എഴുതാനും വായിക്കാനും അറിയാത്തവൻ. നിരക്ഷര കുക്ഷി എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്തവൻ. അടുക്കളക്കുറ്റം എന്താണ്? ചാരിത്ര്യഭംഗം. അടുക്കളക്കുറ്റം ചാരിത്ര്യഭംഗം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.